ഹലോ എവരിവൺ, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. സോ 2025 ജനുവരി 30 നടക്കാൻ വേണ്ടി പോകുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ പരീക്ഷയുടെ കൺസെപ്റ്റ് ക്ലാസ്സസ് ത്രൂ PYQ എന്നുള്ള ഈ ഒരു സീരീസിൻ്റെ പാർട്ട് 3 വീഡിയോയിലേക്ക് സ്വാഗതം. സോ കാറ്റഗറി നമ്പർ 673/2023 ആണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലോ ഓഫ് റെസിസ്റ്റൻസ്, ഓംസ് ലോ, കിർച്ചോഫ് ലോ തുടങ്ങിയ ഏരിയയാണ്. അപ്പോൾ തുടങ്ങിയാലോ? യെസ്. സോ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് ഏത് രീതിയിൽ പഠിക്കാം, ദെൻ ഏതൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾ നോക്കണം, ഏതൊക്കെ PDF-കൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം, ഏതൊക്കെ ക്വസ്റ്റ്യൻ ബാങ്കുകൾ ഡൗൺലോഡ് ചെയ്യണം എന്നടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കാണാത്തവരാണെങ്കിൽ ആദ്യം അത് പോയിട്ടൊന്ന് കണ്ടു നോക്കുക കേട്ടോ. കാരണം ഈ ഒരു ക്ലാസ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കുകൾ, ദെൻ ക്വസ്റ്റ്യൻ ബാങ്കുകൾ, ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യണം, അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഞാൻ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു സീരീസ് ഫോളോ ചെയ്യുക. ദെൻ ഈ ഒരു വീഡിയോ സീരീസിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന കുറേയധികം വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. തിയറി ഡിസ്കസ് ചെയ്യുന്ന ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്. കഴിഞ്ഞ 6 മാസം മുമ്പ് ചെയ്തിട്ടുള്ളതാണ്, വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് അതിലെ ക്ലാസ്സസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. നിങ്ങളുടെ ഈ ഒരു ചാനൽ എടുത്തിട്ട് പ്ലേലിസ്റ്റ് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കിനി വരാൻ വേണ്ടി പോകുന്ന ഏരിയാസ് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് കണ്ടു നോക്കുക. അതേപോലെ ജൂനിയർ ഇൻസ്ട്രക്ടർ PYQ എന്ന് പറഞ്ഞ ഈ ഒരു പ്ലേലിസ്റ്റിൽ ഏകദേശം 8 വീഡിയോസ് ഉണ്ട്. അതിൽ ഞാൻ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 200 ചോദ്യങ്ങളോളം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതും പോയി ഒന്ന് കണ്ടു നോക്കുക, യൂസ്ഫുൾ ആയിരിക്കും, ഉറപ്പാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള കുറച്ച് ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് വരെ അതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ 2 പ്ലേലിസ്റ്റുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും കാണുക. ഇത് കാണാൻ പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നിലവിൽ നമ്മളിപ്പം പറയാൻ വേണ്ടി പോകുന്ന സീരീസിൽ പല കാര്യങ്ങളും ഞാൻ ഓൾറെഡി അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോസിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യില്ല കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഇതാ ഞാനിങ്ങനെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കണ്ടൻറ്റ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യേണ്ട ഓംസ് ലോ ഒക്കെ ഞാൻ ഓൾറെഡി അവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടും ഞാൻ ഈ വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമുക്കെന്ത് ചെയ്യാം, കൂടുതൽ ചോദ്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാം. തുടങ്ങിയാലോ? സോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ സെക്കൻഡ് പാർട്ടായിട്ടുള്ളതാണ്. ഇതിൽ നിന്ന് ഏകദേശം ഒരു 5 മാർക്ക് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്തൊക്കെയാണ്? റെസിസ്റ്റൻസ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, കറണ്ട്, സ്പെസിഫിക് റെസിസ്റ്റൻസ്, ലോ ഓഫ് റെസിസ്റ്റൻസ്, ഓംസ് ലോ, സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ട്, കിർച്ചോഫ് ലോ, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, എഫക്റ്റ് ഓഫ് വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ്, വർക്ക്, പവർ, എനർജി എഫിഷ്യൻസി, ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് തുടങ്ങിയ ഏരിയാസാണ് ഇവിടെ വരുന്നത്. നമുക്ക് നോക്കാം ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ ഭാഗത്താണ് ഈ ഏരിയാസ് ഉള്ളത്. അത് കൂടാണ്ട് നിങ്ങൾ എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. യെസ്. അപ്പോൾ നിങ്ങൾ വയർമാൻ്റെ ഫസ്റ്റ് ഇയർ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിൽ പേജ് നമ്പർ എത്രയാണ് കണ്ടോ? 64 കേട്ടോ. പേജ് നമ്പർ 64, അല്ലെങ്കിൽ PDF-ൻ്റെ നമ്പർ 80 കേട്ടോ. PDF-ലെ പേജ് നമ്പർ 80, ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് നമ്പർ 64 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഏത് മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടേ? എഫക്റ്റ് ഓഫ് വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ്, അത് മുതൽ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി ട്രേഡ്സ്മാൻ്റെ വീഡിയോയിൽ പ്ലേലിസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ ഏതൊക്കെ ഏരിയാസ് പഠിക്കണമെന്ന് മാത്രം ഞാനിവിടെ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു പോർഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? നമ്മൾ ഓംസ് ലോ ഡിഫൈൻ ചെയ്യുന്നത് അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലേ? ചെറിയ ക്ലാസ്സിലൊന്നും നമ്മൾ ചിലപ്പോൾ അത് സ്ട്രെസ് ചെയ്തിട്ടുണ്ടാവില്ല. പതുക്കെ നമ്മൾ ആ ഒരു ഏരിയ, ആ ഒരു പാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ മാത്രമാണ് ഓംസ് ലോ ഒബേ ചെയ്യുന്നത്. ടെമ്പറേച്ചർ മാറുമ്പോൾ ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂവും മാറാം. അതൊരു ചെറിയ വേരിയേഷനാണ്, എങ്കിൽ കൂടി അത് മാറാം. അവിടെയാണ് നമ്മുടെ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ എഫക്റ്റ് വരുന്നത്. ഇപ്പോൾ 2 രീതിയിൽ നമ്മൾ പറയാം. പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയൽസ് ഉണ്ട്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയൽസ് ഉണ്ട്, അല്ലേ? സോ എന്താണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്? അതായത് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസും ആനുപാതികമായി കൂടുകയാണെങ്കിൽ അത്തരം മെറ്റീരിയൽസിനെ നമ്മൾ പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയൽസ് എന്ന് നമ്മൾ പറയും, അല്ലേ? യെസ്. When the resistance of material goes up as temperature increased,
It has positive temperature coefficient. It is appropriate in the case of pure metals such as silver, copper, aluminum, brass. So മെറ്റൽസിൻ്റെ കേസ് മെറ്റൽസ് എപ്പോഴും പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഉള്ളതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെക്കണേ. ഇനി ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുകയാണെങ്കിൽ, കണ്ടോ നിങ്ങൾ നോക്കിയാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുകയാണെങ്കിൽ അത്തരം മെറ്റീരിയൽസിനെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയും. ഇനി സീറോ കോഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഉള്ളത് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ്, ഈ റെസിസ്റ്റർ ബോക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുക, അവിടെ സീറോ ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുക. അതുപോലെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇവിടെ കണ്ടോ, ഇൻ കേസ് ഓഫ് സർട്ടൻ യുറേക്ക, മാംഗനീൻ എക്സെട്ര, കണ്ടോ, യെസ്, ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഈസ് റിലേറ്റീവ്ലി ലെസ് ആൻഡ് ഇറഗുലർ. അതിനെയാണ് നമ്മൾ സീറോ ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് കേട്ടോ. യുറേക്ക, മാംഗനീൻ, അതൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാംഗനീൻ, കോൺസ്റ്റൻ്റൻ എന്നൊക്കെ പറയുന്ന മെറ്റീരിയൽസ്, മെറ്റൽസ് നമ്മൾ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യും. ഇനി നെഗറ്റീവ് ആവുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ഗോസ് ഡൗൺ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസ്ഡ്, അത് നമ്മൾ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഉള്ള മെറ്റീരിയൽസ് എന്ന് പറയും. എന്തൊക്കെയായിരിക്കും? സാധാരണയായിട്ട് ഇൻസുലേറ്റേഴ്സും സെമി കണ്ടക്ടേഴ്സും കേട്ടോ. ഇൻസുലേറ്റേഴ്സും സെമി കണ്ടക്ടേഴ്സും എന്താണ് അതിൻ്റെ എക്സാമ്പിളാണ്. ഇവിടെ കൊടുത്തിട്ട് പേപ്പർ, റബ്ബർ, ഗ്ലാസ്, മൈക്ക്, അതൊക്കെ ഇൻസുലേറ്റേഴ്സ് അല്ലേ. ദെൻ പാർഷ്യൽ കണ്ടക്ടേഴ്സ് ലൈക്ക് കാർബൺ കേട്ടോ, ജർമേനിയം, സിലിക്കൺ, അതൊക്കെ നമ്മൾ ഇലക്ട്രോണിക്സ് പാർട്ടിലേക്ക് വരും. അതൊന്നും ഇവിടെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരേണ്ട ആവശ്യമില്ല, എന്നാലും കാർബൺ ഓർത്ത് വെക്കുക. അതേപോലെയുള്ള ഈ പറയുന്ന ഇൻസുലേറ്റർ മെറ്റീരിയൽസും ഓർത്ത് വെക്കുക. ഇനി എന്താണ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ? ഒരു മെറ്റാലിക് കണ്ടക്ടറിന് ഒരു റെസിസ്റ്റൻസ് R0 ആണ് 0 ഡിഗ്രി സെൽഷ്യസിൽ എന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ ടെമ്പറേച്ചർ 0ൽ നിന്നും T ഡിഗ്രി സെൽഷ്യസ് വരെ ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതിൻ്റെ റെസിസ്റ്റൻസ് മാറിയിട്ടുണ്ടാവും. റെസിസ്റ്റൻസ് ഇപ്പം നിലവിൽ RT ആയിരിക്കും കേട്ടോ, RT ആയിരിക്കും. സോ കൺസിഡറിങ് നോർമൽ റേഞ്ചസ് ഓഫ് ടെമ്പറേച്ചർ, ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദി ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ. ഈ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നത് അത് ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഡയറക്ട്ലി ഓൺ ഇറ്റ്സ് ഇനീഷ്യൽ റെസിസ്റ്റൻസ്, ഡയറക്ട്ലി ഓൺ ദി റൈസ് ഇൻ ടെമ്പറേച്ചർ, ഓൺ ദി നാച്ചർ ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റൻ ആയിട്ട് തന്നെ ചോദിച്ചേക്കാം, താഴെ പറയുന്ന വില ഏതൊക്കെയാണ് ശരി? ഇപ്പം എ മാത്രം ശരി, എയും ബിയും ശരി, എയും ബിയും സിയും ശരി, ആ രീതിയിലൊക്കെ വരാം. ഇതിൻ്റെ ഇക്വേഷൻ എന്താ? ആക്ച്വലി RT ഈസ് ഈക്വൽ ടു R0 പ്ലസ് R0 ഇൻറ്റു ആൽഫ ടി, അല്ലെങ്കിൽ RT ഈസ് ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ടി എന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പം ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അത് ഏതിനൊക്കെ പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഇനീഷ്യൽ റെസിസ്റ്റൻസിന്, ആ ടെമ്പറേച്ചർ അല്ലേ, റൈസ് ഇൻ ടെമ്പറേച്ചറിന്, ദെൻ ആൽഫ ഓഫ് ദി മെറ്റീരിയൽ, അത് നാച്ചർ ഓഫ് ദി മെറ്റീരിയൽ. ഈ ആൽഫയാണ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കേട്ടോ. യെസ്, അപ്പം അതൊക്കെ ഓർത്ത് വെക്കുക, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെയൊക്കെ കേസിൽ ഈ കുറച്ച് വാല്യൂസ് കൂടി ഒന്ന് അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. അലൂമിനിയത്തിൻ്റെ വാല്യൂസ് ഒന്ന് അറിഞ്ഞിരിക്കുക, കാർബണിൻ്റെ വാല്യൂസ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അയേൺ, മാംഗനീൻ കേട്ടോ, ചെറിയ വാല്യൂ അല്ലേ മാംഗനീൻ. എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വാല്യൂസ് കൂടി അറിഞ്ഞിരുന്നാൽ നല്ലതാണ് കേട്ടോ. ഇനി ഇവിടെ നോക്കി, കാർബണിൻ്റെ റെസിസ്റ്റിവിറ്റി ഒക്കെ കൂടാൻ കാരണം എന്താ? യെസ്, അത് ഇൻസുലേറ്റർ ആണല്ലേ, അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും റെസിസ്റ്റിവിറ്റി കൂടുതലായിരിക്കണം അല്ലേ. യെസ്, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കാം. ഇനി ഈ ഇക്വേഷനൊക്കെ യൂസ് ചെയ്യാനുള്ള പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ്യത കുറവാണ്. ഇപ്പം രണ്ട് കേസസ് റെസിസ്റ്റൻസ് പറഞ്ഞിട്ടുള്ള ഇത്തരം ഇക്വേഷൻസ് വരാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ ഇനീഷ്യലി അതിൻ്റെ റെസിസ്റ്റൻസ് ഇത്രയാണ്, ഫൈനലി ഇപ്പോൾ ഒരു ടെമ്പറേച്ചറിൽ R1, വേറൊരു ടെമ്പറേച്ചറിൽ R2, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് എത്ര, അല്ലെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂയുടെ റേഷ്യോ എത്ര, അതൊക്കെ ഒരു ഡിഗ്രി ലെവലിലൊക്കെ ചോദിക്കാനേ സാധ്യതയുള്ളൂ, ഒരു ഡിപ്ലോമ ലെവലിലൊക്കെ ചോദിക്കാനേ സാധ്യതയുള്ളൂ. ഇതിൽ വരാൻ സാധ്യതയില്ല. ചിലപ്പോൾ ഇത് വന്നേക്കാം കേട്ടോ, RT ഈസ് ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ടി എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ വന്നേക്കാം. അല്ലെങ്കിൽ ഈ ഇക്വേഷനൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ദെൻ ലോസ് ഓഫ് റെസിസ്റ്റൻസ്, ഇതൊക്കെ ഞാൻ ഓൾറെഡി നമ്മുടെ പഴയ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്? R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L ബൈ A ആണ്. റെസിസ്റ്റൻസ് ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? റെസിസ്റ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും, ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ അല്ലേ, ഏരിയ ഓഫ് ദി കണ്ടക്ടർ. റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റിയാണ്. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന സാധനം തന്നെയാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് കേട്ടോ. ഇനി അതിൻ്റെ ഡെഫിനിഷനൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ സ്പെസിഫിക് റെസിസ്റ്റൻസിന് ഇത് മുമ്പൊരു ചോദ്യം ചോദിച്ചാൽ കേട്ടോ. സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ മേ ബി ഡിഫൈൻഡ് ആസ് ദി റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഓപ്പോസിറ്റ് ഫേസസ് ഓഫ് എ മീറ്റർ ക്യൂബ് ഓഫ് ദാറ്റ് മെറ്റീരിയൽ.
അതായത് ആർ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ അല്ലേ. ഇനി നിങ്ങൾ ഇതിൻ്റെ ലെങ്ത്ത് 1 ആയിട്ട് എടുത്തോ, ഏരിയ 1 ആയിട്ട് എടുത്തോ, അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും ഈക്വൽ ആയില്ലേ. അതാണ് ഈ പറയുന്നത്. സ്പെസിഫിക് റെസിസ്റ്റൻസ് ഏതിന് ഈക്വൽ ആവും? റെസിസ്റ്റൻസിന് ഈക്വൽ ആവും. ഏത് കേസിൽ? യെസ്, ഒരു യൂണിറ്റ് നീളവും വീതിയും ഉയരവും ഒക്കെയുള്ള ഒരു ക്യൂബിൻ്റെ റെസിസ്റ്റൻസ് എപ്പോഴും അതിൻ്റെ റെസിസ്റ്റിവിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ടാണ്? അവിടെ ലെങ്ത് 1 ആയി, ഏരിയ 1 മീറ്റർ സ്ക്വയർ ആയി അല്ലേ. യെസ്, അപ്പോൾ അതാണ് അതിൻ്റെ വേറൊരു ഡെഫിനിഷൻ. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി കമ്പാരിസൺ, ഇപ്പോൾ ലെങ്ത്ത് മാറുമ്പോൾ റെസിസ്റ്റൻസ് ഏത് രീതിയിൽ മാറും കേട്ടോ, ഏരിയ മാറുമ്പോൾ ഏത് രീതിയിൽ മാറും, അത്തരം കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഇതിനൊക്കെ നോട്ട് എഴുതണേ. ഇതൊക്കെ ഞാൻ പേജ് നമ്പർ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ, നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് എഴുതുക കേട്ടോ. യെസ്, ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ അടുത്ത വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? യെസ്, നമുക്ക് റെസിസ്റ്റൻസ്, അൺനോൺ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് അല്ലേ. ഈ ഒരു ബ്രിഡ്ജ് നമ്മൾ 4 ആംസിലും 4 റെസിസ്റ്റൻസ് ആണ് ഉണ്ടാവുക. ഈ ഒരു ബ്രിഡ്ജ് ബാലൻസ് ആവുന്ന കേസിൽ എന്ത് സംഭവിക്കും? ഈ ഗാൽവനോമീറ്ററിൽ കൂടി കറണ്ട് പാസ് ചെയ്യില്ല. അതാണ് അതിൻ്റെ ബാലൻസിങ് കണ്ടീഷൻ. ഫോർ ഡിറ്റർമിൻ ദി അൺനോൺ റെസിസ്റ്റൻസ് ബൈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി ബ്രിഡ്ജ് കണക്ഷൻ ഷുഡ് ബി 0. ദി വാല്യൂസ് ഓഫ് അതർ 3 റെസിസ്റ്റൻസ് ഷുഡ് ബി പ്രിസൈസ്ലി നോൺ. അപ്പോൾ നമുക്ക് ബാലൻസ്ഡ് കണ്ടീഷൻ ആണെങ്കിൽ എന്താ അതിൻ്റെ ഒരു ഇക്വേഷൻ എന്തായിരിക്കും വരിക? നിങ്ങൾ ഇപ്പം P/Q ഈസ് ഈക്വൽ ടു R/S അങ്ങനെയൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അതിൻ്റെ ലെഗുകൾ മാറുമ്പം ബുദ്ധിമുട്ട് വരും അല്ലേ. അപ്പം ഇങ്ങനെ പഠിച്ചാൽ മതി. ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുക. R/P ഈസ് ഈക്വൽ ടു S/Q എന്ന് പഠിക്കുക കേട്ടോ. ഓപ്പോസിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യും. R/P ഈസ് ഈക്വൽ ടു S/Q. അപ്പോൾ R എങ്ങനെ കിട്ടും? R ഈസ് ഈക്വൽ ടു S/Q/P. കണ്ടോ, S/Q/P അങ്ങനെ പഠിക്കുക. ഇപ്പം P/Q ഈസ് ഈക്വൽ ടു R/S അല്ലെങ്കിൽ S/R ഒക്കെ കണക്കാണ്. അപ്പോൾ ഇതിൻ്റെ ലെഗുകൾ തമ്മിൽ മാറിയാൽ നിങ്ങളിപ്പം P/Q ഈസ് ഈക്വൽ ടു R/S എന്ന് പഠിച്ചു കഴിഞ്ഞാൽ പോയില്ലേ അല്ലേ. നിങ്ങളിപ്പോൾ നോക്കി ഇതിപ്പം P/Q ഈക്വൽ ടു R/S ആണോ? അല്ല. അപ്പം കൺസെപ്റ്റ് മനസ്സിലാക്കുക. ബാലൻസ്ഡ് കേസിലാണെങ്കിൽ ഓപ്പോസിറ്റ് ആംസിനെ മൾട്ടിപ്ലൈ ചെയ്തത് ഈക്വൽ ആയിരിക്കും. സോ P/R ഈസ് ഈക്വൽ ടു S/Q. സോ R ആണ് നമ്മുടെ അൺനോൺ വാല്യൂ എങ്കിൽ R കണ്ടുപിടിക്കാം അല്ലേ. യെസ്, അപ്പോൾ ഇവിടെയൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നേക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക. ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോട്ട് എഴുതി വെക്കുക. ദെൻ ഓംസ് ലോ. ഓംസ് ലോ എന്താണ്? നമ്മൾ ഈ ഒരു ഓംസ് ലോൻ്റെ ട്രയാങ്കിളൊക്കെ വരയ്ക്കാൻ വേണ്ടി പഠിക്കുക. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ട്രേഡ്സ്മാൻ്റെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓംസ് ലോ എന്താണ്? ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ എനി ഇലക്ട്രിക്കൽ ക്ലോസ്ഡ് സർക്യൂട്ട് കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി വോൾട്ടേജ് ആൻഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി റെസിസ്റ്റൻസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. എന്തുകൊണ്ടാണ്? യെസ്, ആൽഫ അവിടെ കൃത്യമായിട്ടുള്ള ഒരു റോൾ ഉണ്ട് അല്ലേ. യെസ്, അപ്പോൾ ഈ ഒരു ത്രികോണം വരച്ച് കഴിഞ്ഞാൽ നമുക്ക് വി തന്നു കഴിഞ്ഞാൽ ഐയും ആറും കണ്ടുപിടിക്കാം. അല്ല, ഐയും ആറ് തന്നാൽ വി കണ്ടുപിടിക്കാം അല്ലേ. ഐ വേണമെങ്കിൽ വിയും ആറും വെച്ച് I ഈസ് ഈക്വൽ ടു V/R, R ഈസ് ഈക്വൽ ടു V/I, V ഈസ് ഈക്വൽ ടു IR അല്ലേ. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാം. ദെൻ ചിലപ്പോൾ അതിന് ചെറിയൊരു പ്രോബ്ലം ഒക്കെ ചിലപ്പോൾ വന്നേക്കാം. ദെൻ ഇലക്ട്രിക് പവർ എന്താണ്, എനർജി എന്താണ്, അതിൻ്റെയൊക്കെ ഡെഫിനിഷനൊക്കെ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്. എനർജി എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് പവർ ആൻഡ് ടൈം ഈസ് കോൾഡ് ഇലക്ട്രിക്കൽ എനർജി. കറക്റ്റ് അല്ലേ? നിങ്ങളിപ്പം വീട്ടിൽ തന്നെ നിങ്ങൾക്കിപ്പം ഈ എനർജിയും പവറും വർക്കും ഒക്കെ തമ്മിൽ മാറുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നിങ്ങളുടെ വീട്ടിലെ ഹോം അപ്ലയൻസസിൻ്റെ റേറ്റിംഗ് നിങ്ങൾ പറയുന്നത് എന്താ? അത് പവറാണല്ലേ. ഇപ്പം 50 വാട്ട്, 100 വാട്ട്, 1000 വാട്ട് അങ്ങനെയാണ് പറയുന്നത്. അത് പവറാണ്. ഇനി പവർ മെഷർ ചെയ്യുന്നത് നിങ്ങൾ പൈസ അടക്കാൻ വേണ്ടിയിട്ട് അത് ഏതിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അത് എനർജിയാണ്. എനർജി മീറ്ററാണ് അല്ലേ. നിങ്ങളുടെ വീട്ടിലെ എനർജി മീറ്ററാണ്. സോ ഈ പറയുന്ന പവർ ഒരു നിശ്ചിത സമയത്തേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് എനർജിയായി. സോ പവർ ഇൻറ്റു ടൈമാണ് എനർജി അല്ലേ. പവർ ഇൻറ്റു ടൈമാണ് എനർജി. എനർജി മീറ്ററിൽ കിലോ വാട്ട് അവറിലല്ലേ മെഷർ ചെയ്യുക. സോ മനസ്സിലാക്കുക, പവർ ഇൻറ്റു ടൈമാണ് എനർജി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എനർജി എന്തായിരിക്കും? പവർ ഇൻറ്റു ടൈം. അപ്പോൾ പവർ എന്താ? പവർ എന്ന് പറയുന്നത് എനർജി ബൈ ടൈം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എനർജി. ആ രീതിയിലൊക്കെ കിട്ടിയില്ലേ? യെസ്, അങ്ങനെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. സോ പവറിൻ്റെ ഇക്വേഷൻ V ഇൻറ്റു I ചെയ്ത് കഴിഞ്ഞാൽ പവറാണ് അല്ലേ. അത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ചിലപ്പോൾ വന്നേക്കാം. എനർജി കണ്ടുപിടിക്കാൻ പവർ ഇൻറ്റു ടൈം ചെയ്താൽ മതി. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. യെസ്, ദെൻ വർക്ക്, പവർ ആൻഡ് എനർജി. വർക്ക് ഈസ് സെറ്റ് ടു ബി ഡൺ വെൻ ഫോഴ്സ് ഡിസ്പ്ലേസസ് എ ബോഡി ഫ്രം വൺ ഡിസ്റ്റൻസ് ടു അനദർ. സോ വർക്ക് എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് കേട്ടോ. അതിൻ്റെ ചെറിയ ചെറിയ യൂണിറ്റുകളൊക്കെ ഓർത്ത് വെക്കുക. പവർ എന്താ? റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഈസ് കോൾഡ് പവർ. സോ വർക്കിൻ്റെ ടേമിൽ പവറിൻ്റെ ഡെഫിനേഷൻ ഉണ്ട്. അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. സോ പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. എനർജി ബൈ ടൈം അതും എന്താണ്? അതും പവറാണ്. ഓർത്ത് വെക്കുക.
വർക്കിനും എനർജിക്കും സെയിം യൂണിറ്റ് ആണ് അല്ലേ, വർക്കിനും എനർജിക്കും സെയിം യൂണിറ്റ് ആണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഇനി വിവിധ യൂണിറ്റ് CGS-ലൊക്കെയുള്ള യൂണിറ്റുകളൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ദെൻ 1 Joule/second 1 watt ആണ്. ഇലക്ട്രിക് പവർ നമ്മൾ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് അല്ലേ, മെക്കാനിക്കൽ പവർ ഹോഴ്സ് പവറിലുണ്ട്. ഇനി ഇവിടെ വരുന്ന കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. IHP BHP ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ, ബ്രേക്ക് ഹോഴ്സ് പവർ, അത് ഓർത്ത് നോക്കുക. അപ്പോൾ ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ എന്താ, അതായത് പവർ ഡെവലപ്ഡ് ഇൻസൈഡ് ദി എൻജിൻ, എൻജിനകത്ത് ഡെവലപ്പ് ചെയ്യപ്പെടുന്ന പവറാണ് ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. എൻജിനിലോ പമ്പിലോ അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് കോൾഡ് IHP. ഇനി ബ്രേക്ക് ഹോഴ്സ് പവർ നമുക്ക് പുറത്ത് കിട്ടുന്നത് കണ്ടോ, യൂസ്ഫുൾ ഹോഴ്സ് പവർ വിച്ച് ഈസ് അവൈലബിൾ അറ്റ് ദി ഷാഫ്റ്റ് ഓഫ് ദി എൻജിൻ. അപ്പോൾ നിങ്ങൾക്കറിയാം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതും പുറത്ത് കിട്ടുന്നതും വ്യത്യാസം ഉണ്ടാവില്ല, അവിടെ ഒരു ഫ്രിക്ഷണൽ ലോസസ് ഉണ്ടാവും അല്ലേ. അതുകൊണ്ട് തന്നെ IHP ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ BHP ഓർത്ത് വെക്കുക. ഇനി റിലേഷൻ ബിറ്റ്വീൻ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ പവർ 1 HP ബ്രിട്ടീഷ്, അത് 746 വാട്ടാണ്. ഇനി മെട്രിക് പവർ ആണെങ്കിൽ 1 HP, അത് 735.5 വാട്ട്. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അതൊക്കെ ചില കേസസിൽ ചോദിച്ചിട്ടുണ്ട്, ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ എനർജി എന്താ, പവർ ഇൻറ്റു ടൈമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെയല്ലേ. യെസ്, SI യൂണിറ്റ് ജൂളാണ്. SI യൂണിറ്റ് ഓഫ് വർക്ക് ഡൺ ആൻഡ് എനർജി സെയിം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ അതേ സാധനം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തെറ്റില്ല, അല്ലെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. SI യൂണിറ്റ് ഓഫ് വർക്ക് ഡൺ ആൻഡ് എനർജി ഈസ് സെയിം ജൂളാണ്. എനർജി ക്യാൻ ബി ഡിവൈഡ് ഇൻടു മെയിൻ കാർബൺ, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, സ്ഥിതികോർജ്ജവും പിന്നെ ഗതികോർജ്ജവും അല്ലേ. യെസ്. ഇനി കിർച്ചോഫ് ലോ ഉണ്ട്. കിർച്ചോഫ് ലോ 2 ലോ ഉണ്ട്, ഒന്ന് കറണ്ട് ലോ, ഒന്ന് വോൾട്ടേജ് ലോ. സോ കറണ്ട് ലോ എന്താ, കിർച്ചോഫ് ഫസ്റ്റ് ലോ ആണ് കറണ്ട് ലോ. അപ്പം ഫസ്റ്റ് ലോ ആണോ കറണ്ട് ലോ, സെക്കൻഡ് ലോ ആണോ കറണ്ട് ലോ, എങ്ങനെ മനസ്സിലാക്കാം? ഫസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മൾ എഴുതുക, ഒന്ന് എഴുതുമ്പോൾ ഒരു വര ഇടുകയല്ലേ ചെയ്യുക. കറണ്ടിനെ ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ I അല്ലേ, അതും ഒരു വരയല്ലേ. അപ്പോൾ മനസ്സിലാക്കുക ഫസ്റ്റ് ലോ എപ്പോഴും എന്താണ്, യെസ് കറണ്ട് ലോ ആണ്. അതെന്താ ഉദ്ദേശിക്കുന്നത്, KCL ആണ് കറണ്ട് ലോ, അത് തന്നെയാണ് ഫസ്റ്റ് ലോ കേട്ടോ. ഒരു ജംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ദി ടോട്ടൽ കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് ഓൾവേസ് 0. മനസ്സിലാക്കുക. ഈ ഒരു ജംഗ്ഷൻ, ഈ ഒരു പോയിന്റ് ജംഗ്ഷൻ ആണല്ലോ, കുറേയധികം കറണ്ടുകൾ ഇവിടെ എത്തുകയോ അല്ലെങ്കിൽ ഇവിടുന്ന് പുറത്തേക്ക് പോവുകയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജംഗ്ഷനിലെ കറണ്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് 0 ആയിരിക്കും. അപ്പോൾ എന്താ സാർ അങ്ങനെ ഒരു സംഭവം, കുറേ കറണ്ട് വരുന്നില്ലേ, അപ്പോൾ ഇങ്ങനെ 0 ആവുക? യെസ്, വരുന്നുണ്ട്. എത്രത്തോളം കറണ്ട് വരുന്നുണ്ടോ അത്രത്തോളം കറണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇവിടെ ഇൻകമിങ് കറണ്ടുകൾ ഏതൊക്കെയാണ്, I1 ഉം I2 അല്ലേ. സോ I1 + I2 ഈസ് ഈക്വൽ ടു I3 + I4 + I5. I1 ഉം I2 ഉം കൂടിയിട്ട് ഒരു 10 ആമ്പിയർ ഉണ്ടെന്ന് വിചാരിച്ചോ, ആ 10 ആമ്പിയർ തന്നെ എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. അതാണ് കിർച്ചോഫ് കറണ്ട് ലോ. അപ്പോൾ മനസ്സിലായില്ലേ? യെസ്, അതാണ് ഫസ്റ്റ് ലോ വരുന്നത്. ഇനി സെക്കൻഡ് ലോ എന്ന് പറയുന്നത് കിർച്ചോഫ് വോൾട്ടേജ് ലോ ആണ്. പിന്നെ ക്ലോസ്ഡ് സർക്യൂട്ട് ദി അപ്ലൈഡ് ടെർമിനൽ വോൾട്ടേജ് V ഈസ് ഈക്വൽ ടു ദി സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ് V1 + V2. അപ്പോൾ നമ്മളൊരു ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ കേട്ടോ, നമ്മളിപ്പോൾ ഇവിടെ ഞാനൊരു സപ്ലൈ വോൾട്ടേജ് V ആണ് കൊടുക്കുന്നതെന്ന് വിചാരിച്ചേ. ഇവിടെ R1 എന്നുള്ള റെസിസ്റ്റൻസ്, R2 എന്നുള്ള റെസിസ്റ്റൻസ്, R3 എന്നുള്ള റെസിസ്റ്റൻസ്, അതിനൊക്കെ അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുമല്ലോ. സോ ഈ അപ്ലൈഡ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ്, അല്ലെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് ഡ്രോപ്പ്, ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ പറയുക, ഇൻസൈഡ് എ ലൂപ്പ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഇവൻ ഇപ്പോൾ V പോസിറ്റീവ് ആണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ലൂപ്പിലുള്ള ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതാണ് കിർച്ചോഫ് വോൾട്ടേജ് ലോ, സെക്കൻഡ് ലോ കേട്ടോ. ഇഫ് ഓൾ ജനറേറ്റഡ് വോൾട്ടേജ് ആർ ടേക്കൺ ആസ് പോസിറ്റീവ് ആൻഡ് ഓൾ ദി കൺസ്യൂംഡ് വോൾട്ടേജ് ആർ ടേക്കൺ ആസ് നെഗറ്റീവ്, ദെൻ ഇറ്റ് ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് ഇൻ ഈച്ച് ക്ലോസ്ഡ് സർക്യൂട്ട് സം ഓഫ് വോൾട്ടേജസ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ. അപ്പോൾ ഇവിടെ സൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ് പോസിറ്റീവ് നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പം ഇതിൽ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈനായിട്ടുള്ള പോസിറ്റീവ് ആയിരിക്കും വോൾട്ടേജ് ഡ്രോപ്പിന് ഉണ്ടാവുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇപ്പോൾ നമ്മൾ സാധാരണ ലൂപ്പ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഈ ബാറ്ററി സോഴ്സിനെ നെഗറ്റിവിറ്റി പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളതിനെ പോസിറ്റീവായിട്ട് എടുക്കാറുണ്ട്. ദെൻ വോൾട്ടേജ് ഡ്രോപ്പിനെ ഇനി ഇങ്ങോട്ട് കണ്ടോ, I1 ഇൻറ്റു ഇവിടെ ഒരു R ഉണ്ടെങ്കിൽ -I2 കണ്ടോ, -I2 × R2 ആ രീതിയിലാണ് നമ്മൾ സാധാരണ എടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ വലിയ പ്രോബ്ലംസ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട. ഈ സ്റ്റേറ്റ്മെൻറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മിക്കവാറും വരാൻ സാധ്യത. ഇവിടെ കണ്ടോ, റൈസ് ഇൻ പൊട്ടൻഷ്യൽ ഒക്കേഴ്സ് വെൻ മൂവിങ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ടെർമിനൽ സോഴ്സ് വാല്യൂ ഈസ് പോസിറ്റീവ്. നമ്മൾ സാധാരണ എങ്ങനെയാണ് അതിൻ്റെ സൈൻ കൺവെൻഷൻ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് എഴുതി വെക്കുക.
ദെൻ വേറെന്താ, ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ, അത് ഉറപ്പായിട്ടും ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. രണ്ട് റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഈക്വലൻ്റ്? രണ്ടും ആഡ് ചെയ്താൽ മതി അല്ലേ. ഇനി രണ്ടെണ്ണം പാരലൽ ആണെങ്കിലോ, ഇപ്പം 10 ഇത് രണ്ടും പാരലൽ അല്ലേ, അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? 1/r ഈസ് ഈക്വൽ ടു 1/r1 പ്ലസ് 1/r2. ഇനി ഇതിൻ്റെ ഒരുമിച്ചുള്ള കോമ്പിനേഷൻ വന്നേക്കാം കേട്ടോ. അപ്പോൾ ഒരുമിച്ചുള്ള കോമ്പിനേഷൻ വരുന്ന സമയത്ത് ഇവർ രണ്ടാളും പാരലായിട്ട് സോൾവ് ചെയ്യുക, എന്നിട്ട് ആ വലിയ കോമ്പിനേഷനെ ഇതിൻ്റെ സീരീസ് ആയിട്ട് ചെയ്യുക. ഞാനൊരു പ്രോബ്ലം ചെയ്തു തരാം, അപ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും കേട്ടോ. യെസ്. ഇനി വേറെ എന്തെങ്കിലും ഇവിടെ പറയാനുണ്ടോ? ഇല്ല തോന്നുന്നു, അത്രത്തോളം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഇതാണ് നിങ്ങളുടെ വയർമാൻ്റെ ടെക്സ്റ്റ് ബുക്ക്. ഇലക്ട്രീഷ്യൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ. ഇതിപ്പോൾ ഇലക്ട്രീഷ്യൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. ഇതിലൊന്നും നിങ്ങൾക്ക് എന്താ ഇതേ പോർഷൻസ് വീണ്ടും കാണാൻ വേണ്ടി പറ്റും. അഥവാ ഏതെങ്കിലും പോർഷൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും നോക്കിയിട്ട് എഴുതാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതുകൂടി കാണിച്ചു തരുന്നത്. മാക്സിമം കൃത്യമായിട്ട് നോട്ടുകൾ എഴുതുക, ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല ധാരണ കിട്ടും. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പല പരീക്ഷകൾക്ക് യൂണിറ്റൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. കണ്ടോ, ബ്രിട്ടീഷ്, HP, മെട്രിക് അതൊക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അതിൻ്റെ ഡെഫിനിഷൻ കൂടി ഒന്ന് ഓർത്ത് വെക്കുക, ചിലപ്പം ചോദിച്ചേക്കാം. ഓക്കെ, ദെൻ KCL, KVL അതിൻ്റെ ചിലപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ഒക്കെ വരാറുണ്ട് ചില കേസസിൽ. നമുക്ക് നോക്കാം കേട്ടോ, അതിൻ്റെ 1-2 പ്രോബ്ലംസ് ഒക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, യെസ്. പിന്നെ മറക്കരുത്, ട്രേഡ്സ്മാൻ്റെ ആ ഒരു വീഡിയോ സീരീസിലെ വീഡിയോസ് കണ്ടു നോക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് നോക്കിയാലോ? യെസ്. ഈ ചോദ്യങ്ങളൊക്കെ ഒരു വർഷത്തിനുള്ളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. 2022, 2023, 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ കണ്ടക്ടർ ഡയമീറ്റർ, മെറ്റീരിയൽ, ലെങ്ത്ത്, കണ്ടക്ടർ റേഡിയൻസ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L/A ആണ് നമുക്കറിയാം. അപ്പം സാധാരണ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും, ഈ റോനെ ഇവിടെ വെക്കും. റോ ഈസ് ഈക്വൽ ടു R ഇൻറ്റു A/L അല്ലേ. സോ കണ്ടക്ടർ ഡയമീറ്റർ ഏരിയ ഉണ്ട് ഇവിടെ. അപ്പോൾ അത് കറക്റ്റ് ആണല്ലോ, അങ്ങനെ തോന്നും അല്ലേ. പിന്നെ ലെങ്ത്തും കറക്റ്റാണ്, കണ്ടക്ടർ മെറ്റീരിയലിംഗ് ആണ്, ദെൻ റേഡിയസും കറക്റ്റാണ്. അപ്പോൾ എല്ലാം കറക്റ്റ് ആണല്ലോ ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെ മനസ്സിലാക്കുക, ഇത് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഒരിക്കലും റെസിസ്റ്റിവിറ്റി അതിൻ്റെ ഏരിയയെയും ലെങ്ത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. മനസ്സിലാക്കുക, R ഡിപ്പെൻഡ്സ് ഓൺ റെസിസ്റ്റിവിറ്റി അല്ലേ, ലെങ്ത്ത്, ഏരിയ എന്ന് പറയാം. പക്ഷേ ഈ റെസിസ്റ്റിവിറ്റി ഓൾവേസ് ഡിപ്പെൻഡ്സ് അപ്പോൺ, അത് ഏതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, അത് കണ്ടക്ടർ മെറ്റീരിയൽ, ടൈപ്പ് ഓഫ് മെറ്റീരിയലിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക കേട്ടോ. സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി തന്നെയാണ്. അത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, കണ്ടക്ടർ മെറ്റീരിയലിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇനി വെൻ 5 റെസിസ്റ്റേഴ്സ് ഈച്ച് ഓഫ് 14 ഓം അല്ലേ ആർ കണക്റ്റഡ് ഇൻ പാരലൽ, ദി നെറ്റ് റെസിസ്റ്റൻസ് ഓഫ് ദി കോമ്പിനേഷൻ ഈസ്. വളരെ എളുപ്പമാണ്. എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ട്? 5 എണ്ണം. ഓരോന്നിൻ്റെ വാല്യൂ എത്രയാണ്? 14. അപ്പോൾ 14/5 ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ എത്ര വരും? 2.8. 2.8 ഓം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അതായത് അവർ നിങ്ങളോട് ചോദിക്കുകയാണ്, സപ്പോസ് എൻ്റെ കയ്യിൽ n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ഉണ്ട്, ഓരോന്നിൻ്റെയും വാല്യൂ 6 ആണെങ്കിൽ അവയെ ഞാൻ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ അതിൻ്റെ ഈക്വൽ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? NR ആണ്. പാരലായിട്ട് കണക്ട് ചെയ്താൽ അതിൻ്റെ ഈക്വൽ റെസിസ്റ്റൻസ് എത്രയാണ്? R/N ആണ് കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ വരിക? 2.8. ഇനി ഗിവൺ 3 ഈക്വൽ റെസിസ്റ്റൻസസ്, ഹൗ മെനി കോമ്പിനേഷൻസ് ഓഫ് ദീസ് റെസിസ്റ്റൻസസ് ക്യാൻ ബി മെയ്ഡ്? അപ്പോൾ 3 ഈക്വൽ റെസിസ്റ്റൻസ് ഉണ്ട്, നമുക്കതിനെ R എന്നെടുക്കാം. ഓക്കെ, അപ്പം ഏത് രീതിയിലൊക്കെ ഹൗ മെനി കോമ്പിനേഷൻസ് ഓഫ് ദീസ് 3 റെസിസ്റ്റൻസ് ക്യാൻ ബി മെയ്ഡ്, എത്ര കോമ്പിനേഷൻ ഉണ്ടാക്കാമെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇവയെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം, ഇനി ഇവരെ പാരലായിട്ട് കണക്ട് ചെയ്യാം. ഇത് വേറെ കോമ്പിനേഷൻ അല്ലേ. ഇനി എങ്ങനെ കണക്ട് ചെയ്യാം? ഇനി ഈ രീതിയിൽ കണക്ട് ചെയ്യാം. ഓക്കെ അല്ലേ. ഇനി വേറെ ഏതെങ്കിലും കോമ്പിനേഷൻ ഉണ്ടോ? ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും കണക്ട് ചെയ്തുകൂടെ അല്ലേ. ഓക്കെ, ഇവർ രണ്ടുപേരെയും സീരീസ് വെച്ച് അതിന് പാരലായിട്ട് കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ 4 കോമ്പിനേഷൻസ് ഇവിടെ പോസിബിൾ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ഇങ്ങനെ കേസസിൽ ജസ്റ്റ് വരച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ചിലപ്പോൾ നിങ്ങളുടെ സമയം കളയാൻ മാത്രം പറ്റുന്നൊരു ചോദ്യമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കൺഫ്യൂഷൻ വരുന്ന സമയത്ത് ആ ഒരു ചോദ്യം ലാസ്റ്റിലേക്ക് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇരുന്ന് പോകും. ഇപ്പോൾ 4ാമത് ഇനി 5ാമതൊന്നുണ്ടോ എന്നൊക്കെ ആലോചിച്ച് കുറേ നേരം ഇരുന്ന് സമയം കളയാനുള്ള സാധ്യതയുണ്ട്. സോ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവസാനത്തേക്ക് വെക്കുക. നെക്സ്റ്റ്, നോഡ് അനാലിസിസ് ഈസ് എൻ ആപ്ലിക്കേഷൻ ഓഫ്.
നോഡ് അനാലിസിസ്, നോഡ് എന്ന് പറയുന്നത് എന്താ? ജംഗ്ഷനാണ് കേട്ടോ, ജംഗ്ഷനാണ്. അപ്പോൾ KCL ആണ് നോഡ് അനാലിസിസ്. മെഷ് അനാലിസിസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ലൂപ്പാണ്. മെഷ് അനാലിസിസ്, ലൂപ്പ് അനാലിസിസ് അതൊക്കെ എന്താ? അതെല്ലാം KVL ആണ് കേട്ടോ. അതൊക്കെ വരുന്നത് KVL ആണ്. നോഡ് അനാലിസിസ്, ജംഗ്ഷൻ അനാലിസിസ് ഒക്കെ എന്താ? KCL ആണ്. അവിടെ നോഡ് അനാലിസിസ് അല്ലേ ചോദിച്ചേ, അപ്പം KCL. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി ഇലക്ട്രിക് പവർ എന്ന് പറയുന്ന വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, കറക്റ്റ് ആണല്ലേ, ഒന്ന് ശരിയാണ്. ഓക്കെ, ഇനി റേറ്റ് ഓഫ് എനർജി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എനർജി, അതും കറക്റ്റാണ്. ഇനി റേറ്റ് ഓഫ് വർക്ക് ഡൺ, അതും ശരിയാണ്. ഞാൻ പറഞ്ഞ എന്താ? എനർജിക്കും വർക്ക് ഡണും ഒരേ യൂണിറ്റ് അല്ലേ, അപ്പോൾ നമുക്ക് അതിന് രണ്ടിനെയും ഒരേ രീതിയിൽ പറഞ്ഞുകൂടെ. അപ്പോൾ 1, 2, 3 കറക്റ്റാണ്. കപ്പാസിറ്റി ടു ബിൽഡ് വോൾട്ടേജ്, അങ്ങനെ ഒരു ഡെഫിനേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇനി ഫ്രം ദി ഗിവൺ സ്റ്റേറ്റ്മെന്റ് ചൂസ് ദി കറക്റ്റ് വൺ വിച്ച് ആർ റിലേറ്റഡ് ടു ലോ ഓഫ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി മെറ്റീരിയൽ, കറക്റ്റാണ്. റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ് ടു ഏരിയ, കറക്റ്റാണ്. ഡിപ്പെൻഡ്സ് ഓൺ ദി നാച്ചർ ഓഫ് ദി മെറ്റീരിയൽ, കറക്റ്റാണ് അല്ലേ. 1, 2, 3 ശരിയാണ്. സോ 21 സി. ഇഫ് ദി ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് എ മെറ്റീരിയൽ ഈസ് ഡബിൾഡ് ദെൻ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഓഫ് മെറ്റീരിയൽ ഈസ്. സോ നമുക്ക് എന്ത് ചെയ്യാം? R ഈസ് ഈക്വൽ ടു റോ L ബൈ എ. ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് മെറ്റീരിയൽ ഈസ് ഡബിൾഡ്. അപ്പോൾ ലെങ്ത് ഡബിൾ ആയാൽ 2L ആയി, ഏരിയ ഡബിൾ ആയാൽ 2A ആയി. ഇപ്പോൾ 2 ക്യാൻസലായി. അത് റോ ഇൻറ്റു L ബൈ എ തന്നെയല്ലേ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? റിമൈൻസ് സെയിം എന്നുള്ളതാണ് ആൻസർ. ഇത്തരത്തിലൊരു ചോദ്യം എക്സ്പെക്റ്റ് ചെയ്യുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും ചോദിക്കും. ഇനി ചൂസ് ദിസ് മെറ്റീരിയൽ വിത്ത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് പറയുമ്പം ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടണം. സോ നമ്മളത് പഠിച്ചിട്ടുണ്ട്. മെറ്റൽസിനാണ് ആ ഒരു പ്രോപ്പർട്ടി. ഇതിലേതാ മെറ്റൽ നോക്കിയാൽ പറയേ? യെസ്, കോപ്പറാണ് മെറ്റൽ അല്ലേ. ജെർമേനിയം, സിലിക്കൺ, കാർബൺ ഒക്കെ എന്താണ്? സെമി കണ്ടക്ടർ ആണല്ലേ. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇതൊക്കെ ലേറ്റസ്റ്റ് ചോദ്യങ്ങളാണ് കേട്ടോ. 2 lamps ഈച്ച് ഹാവിങ് each of rating 100 watt and 200 volt which are connected in series. Find the effective resistance of the circuit. ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം കേട്ടോ. എന്താണ്? 2 ലാമ്പുണ്ട്. 2 ലാമ്പ്. ഞാൻ ഇതിനെ ലാമ്പിനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാമല്ലോ. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന് ഇങ്ങനൊരു പിക്ചറൊക്കെ കൊടുക്കാം. ഇതൊരു ലാമ്പാന്ന് വിചാരിച്ചു കേട്ടോ. ആ 2 ലാമ്പും 100 വാട്ടാണ്. 100 വാട്ട്, 200 വോൾട്ട്. ഇത് 100 വാട്ട്, 200 വോൾട്ട്. ഇറ്റ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. ഫൈൻഡ് ദി എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലേ. അപ്പോൾ പവർ ഈസ് ഈക്വൽ ടു VI ആണല്ലോ. ഇതേ സാധനം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പവർ ഈസ് ഈക്വൽ ടു V² ബൈ R എന്നത് കൂടെ P ഈസ് ഈക്വൽ ടു V² ബൈ R എന്നത്. എന്തുകൊണ്ടാണ്? അതിനെ എനിക്ക് V ബൈ R എന്ന് എഴുതാം. നമ്മൾ മറ്റേ ട്രയാങ്കിൾ വരയ്ക്കാൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ VIR. അപ്പോൾ V കണ്ടുപിടിക്കാൻ വീനെ പൊത്തിപ്പിടിക്കുക. അപ്പം എന്ത് ചെയ്യും? V ഈസ് ഈക്വൽ ടു IR, I ഈസ് ഈക്വൽ ടു V ബൈ R അല്ലേ. അപ്പം P ഈസ് ഈക്വൽ ടു V² ബൈ R എന്ന് നിങ്ങൾക്ക് അറിയാം. അത് പ്രകാരം ആറിൻ്റെ ഇക്വേഷൻ എന്താ? R ഈസ് ഈക്വൽ ടു ആറിനെ ഇപ്പുറം കൊണ്ടുപോയാൽ V² ബൈ P. ഒരു ലാമ്പിൻ്റെ റെസിസ്റ്റൻസ് നിങ്ങൾ കണ്ടുപിടിച്ചേ. ഈ ഒരു ലാമ്പിൻ്റെ റെസിസ്റ്റൻസ് V² ബൈ P ആണ്. വോൾട്ടേജ് എത്രയാണ്? 200. അപ്പോൾ V² ബൈ 200 × 200, P-O 100. 0 കട്ടായി 400 എന്ന് കിട്ടി അല്ലേ. 400 ഓം ആണ് ഒരു ലാമ്പിൻ്റെ റെസിസ്റ്റൻസ്. അപ്പോൾ 2 ലാമ്പിൻ്റെ റെസിസ്റ്റൻസോ? 2 സീരീസ് അല്ലേ, സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് ആഡ് ചെയ്യുക. സോ 400 + 400 800 ആയി. അപ്പോൾ 800 ഓം എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ ആണോ? യെസ്, കറക്റ്റ് ആൻസർ ആണ്. നെക്സ്റ്റ് നോക്കാം. If 20 ohm 30 ohm resistor are connected in series across 200 volt supply, find the voltage drop across 30 ohm resistance. സിമ്പിൾ ആണ്. എന്ത് ചെയ്തു? എൻ്റെ മേലെ 2 റെസിസ്റ്റൻസ് ഉണ്ട്. ഞാനത് എന്ത് ചെയ്തു? ഒരു സപ്ലൈ വോൾട്ടേജ് കേട്ടോ, വാട്ടവർ 200 വോൾട്ടിനെ ക്രോസ് ഞാൻ കണക്ട് ചെയ്തു. അതിൻ്റെ വാല്യൂസ് എത്രയാണ്? 20 ഓം, 30 ഓം. മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പിലേക്ക് കണ്ടുപിടിക്കണ്ടേ അല്ലേ. ഇതിന് അക്രോസ് എത്ര വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട് കണ്ടുപിടിക്കണം. അപ്പം മനസ്സിലാക്കുക, ഈ 30 ഓം റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് 30 ഓം ഈസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് ഇല്ലേ, അത് എഴുതുക 200 ഇൻറ്റു ഈ റെസിസ്റ്റൻസ് വാല്യൂ 30 ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 30 + 20 എത്രയാണ്? 50. ചെയ്തോ? 0 കട്ടായി 5 എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം അല്ലേ.
അപ്പോൾ 120 വോൾട്ട് 120 വോൾട്ടാണ് ഇതിനെ ക്രോസ് ഉണ്ടാവുക. 20 വോൾട്ടിനെ ക്രോസുള്ള 20 ഓമിനെ ക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എത്ര ആയിരിക്കും? യെസ്, 120 വോൾട്ടാണ് ഇവിടെയെങ്കിൽ 200 120 കുറച്ചാൽ ബാക്കി 80 വോൾട്ട് ഇവിടെ കിട്ടും അല്ലേ? ആ 80 വോൾട്ടായിരിക്കും 20 ഓമിന് അക്രോസ് ഉള്ളത്. കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ ചെയ്യാം? 200 ഇൻറ്റു ഈ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര? 20 + 30 50 അല്ലേ? 200 4 പ്രാവശ്യം പോകും. 4 × 20 80 വോൾട്ട്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നമ്മൾ ചോദിച്ചത് എന്താ? 30നെ ക്രോസ് ഉള്ളതല്ലേ ചോദിച്ചത്. സോ 25ൻ്റെ ആൻസർ ബി ആണ്. നെക്സ്റ്റ് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് law states that the resistance of a wire is directly proportional to its length, inversely proportional to its area cross section at constant resistivity of the material of the wire. Yes, നമ്മൾ പറഞ്ഞു വെച്ചതേ ഉള്ളൂ അല്ലേ? ഏതാണ്? ലോ ഓഫ് റെസിസ്റ്റൻസ് കേട്ടോ. ഓക്കെ, റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി വയർ and inversely proportional to the area at a constant temperature അല്ലേ? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഇതൊക്കെ ടഫ് ചോദ്യമാണോ? അല്ല, പക്ഷേ ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ചെടുത്ത് മനസ്സിലാക്കാനുള്ളൊരു സമയം അല്ലേ, അത്ര മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. നെക്സ്റ്റ്, വാട്ട് വിൽ ബി ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ ഈച്ച് റെസിസ്റ്റർ വെൻ 100 ohm and 15 ohm റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് അക്രോസ് 30 വോൾട്ട് DC സപ്ലൈ. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക കേട്ടോ. 100 ohm ഉണ്ട്, 50 ohm ഉണ്ട്, കണക്റ്റഡ് ഇൻ സീരീസ് അക്രോസ് 30 വോൾട്ട് DC സപ്ലൈ. 300 വോൾട്ട് അല്ലേ? 300 വോൾട്ട് DC സപ്ലൈ. ഓക്കെ, ഇത് സീരീസ് കണക്ഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? കണക്റ്റഡ് സീരീസ് അക്രോസ് DC വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ സീരീസ് കണക്ഷനിൽ എപ്പോഴും സെയിം കറണ്ട് അല്ലേ ഫ്ലോ ചെയ്യുക? യെസ്, സീരീസ് കണക്ഷനിൽ സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഡിഫറൻറ്റ് കറണ്ട് വരുന്ന ഓപ്ഷൻ നമുക്കൊന്ന് കളയാം. കണ്ടോ, ഇതെന്തായാലും വരില്ല, അത് പാരലൽ കണക്ഷനിലാണ് വരിക. ഇനി എന്താണ് കറണ്ടിന് ഇക്വേഷൻ? ടോട്ടൽ വോൾട്ടേജ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ വോൾട്ടേജ് 300 ആണ്. സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര? 100ഉം 50ഉം 150. സോ 2 ആംപിയർ. ഈ 2 ആംപിയർ കറണ്ട് തന്നെ എന്ത് ചെയ്യും? ഈ സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യും. സോ 2 ആംപിയർ ഫ്ലോയിങ് ത്രൂ ബോത്ത് റെസിസ്റ്റേഴ്സ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. കണ്ടോ, അടുത്ത ചോദ്യങ്ങളൊക്കെ വളരെ ലെങ്തി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. സോ അത് വായിച്ച് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സമയം നഷ്ടമാവുന്നു, അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അല്ലാതെ ക്വസ്റ്റ്യൻ അത്ര വലിയ ടഫുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ് എബൌട്ട് കിർച്ചോഫ് ലോ? ഇപ്പം നിലവിൽ പുതിയ ചോദ്യങ്ങളൊക്കെ, പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈ രീതിയിലാണ് വരിക. സ്റ്റേറ്റ്മെൻറ്റ് തരും, എന്നിട്ട് ഒന്ന് മാത്രമല്ല ശരി, ഒന്നിൽ കൂടുതൽ ആൻസേഴ്സ് ശരിയാവുന്ന രീതിയിൽ. അപ്പം കൂടുതൽ നിങ്ങളുടെ സമയം നഷ്ടപ്പെടും, കൺഫ്യൂഷൻ വരും. സം ഓഫ് ഇൻകമിങ് കറണ്ട് അറ്റ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ഔട്ട് ഗോയിങ് കറണ്ട് ഫ്രം ദാറ്റ് ജംഗ്ഷൻ. കറക്റ്റ് ആണല്ലേ? അങ്ങനെയല്ലേ ടോട്ടൽ ജംഗ്ഷൻ കറണ്ട് 0 ആവുക. സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് അപ്ലൈ ടു ദി സർക്യൂട്ട്. കറക്റ്റ് ആണ്. കറണ്ട് ഫ്ലോയിങ് ത്രൂ എ ക്ലോസ്ഡ് റെസിസ്റ്റീവ് സർക്യൂട്ട് ഈസ് ഓൾവേസ് ഈക്വൽ ടു ദി വോൾട്ടേജ് അപ്ലൈ ടു ദി കറണ്ട് സർക്യൂട്ട്. കറണ്ട് ഫ്ലോയിങ് ത്രൂ എ ക്ലോസ്ഡ് റെസിസ്റ്റീവ് സർക്യൂട്ട് ഈസ് ഓൾവേസ് ഈക്വൽ ടു ദി, അല്ല, കറണ്ട് ഫ്ലോയിങ് ഒരിക്കലും വോൾട്ടേജിന് ഈക്വൽ ആണോ? അങ്ങനെയൊന്നും നമ്മൾ പഠിച്ചിട്ടേ ഇല്ല അല്ലേ? കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ എന്താണ്, അത് വോൾട്ടേജ് ഡ്രോപ്പിന് ഈക്വൽ ആയിരിക്കും. അത്രേ വരുള്ളൂ. അപ്പോൾ 1ഉം 2ഉം മാത്രമാണ് ശരി, 3 തെറ്റാണ്. ഓപ്ഷൻ 13C ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ കൃത്യമായിട്ട് വിവേചന ബുദ്ധി ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പം എന്താണ് അതിൻ്റെ ഡെഫിനേഷൻ മാത്രമേ പഠിക്കുന്നുള്ളൂ. ആ ഡെഫിനേഷൻ പഠിച്ചിട്ട് ഒരു ആൻസർ കാണുമ്പം അതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദിസ് റെസിസ്റ്റൻസ് ഓഫ് പ്യുവർ മെറ്റാലിക് കണ്ടക്ടർ? റെസിസ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. കറക്റ്റാണ്. എന്താണ്? ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് പോസിറ്റീവ് ആണ് അല്ലേ? റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ. കറക്റ്റാണ്. അത് നേരെ തിരിച്ചു പറയുന്നില്ല അല്ലേ? റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ, അത് കറക്റ്റാണ്. റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. നോക്കാം നമുക്ക്. R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L/A. അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. കറക്റ്റ് ആണ്. റെസിസ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. റെസിസ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇത് റോങ് ആണ് അല്ലേ? സോ 1, 2, 3 ശരിയായിട്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഓപ്ഷൻ നോക്കിയേ,
ആ രീതിയിലുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ എന്താ പ്രശ്നം അറിയാം, ഇവിടെ നിങ്ങൾ കണ്ടോ, റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ. നമ്മൾ ടെമ്പറേച്ചർ കുറക്കും തോറും റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ നമ്മളത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ആ ഒരു കേസ് പറയുന്നില്ല. നമ്മളൊരു ഗ്രാഫ് വരക്കുമ്പോൾ റെസിസ്റ്റൻസും ടെമ്പറേച്ചർ നമ്മൾ വെച്ച് വരക്കുകയാണെങ്കിൽ, ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാമല്ലേ. പക്ഷേ ടെമ്പറേച്ചർ കുറക്കുമ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞു വരിക, അങ്ങനെ ഒരു കേസ് ആക്ച്വലി ഇല്ല. നമ്മൾ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും റെസിസ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, ആ ഒരു ഡെഫിനിഷൻ മാത്രമേ പറയുള്ളൂ കേട്ടോ. ഓക്കെ, അല്ലാതെ ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നു, അത് സൂപ്പർ കണ്ടക്ടിവിറ്റി ആവുന്നു, ആ ഒരു കേസ് നമ്മൾ മെറ്റൽസിൻ്റെ കേസിൽ പറയുന്നില്ല. സോ 1 and 3 മാത്രമാണ് കറക്റ്റ് കേട്ടോ. 1 and 3 മാത്രമാണ് കറക്റ്റ്. അപ്പോൾ ഇതിൻ്റെ കോൺവേഴ്സ് ആയിട്ടുള്ള സാധനം കറക്റ്റ് അല്ലേ എന്ന് തോന്നാം, പക്ഷേ ബൈ ഡെഫിനിഷൻ നമ്മൾ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചറിൻ്റെ കേസ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, യെസ്. നെക്സ്റ്റ്, റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ വേരീസ് ഇൻവേഴ്സ്ലി ആസ്. സോ R is equal to rho into L/A ആണ്. ഏരിയക്കാണ് ഇൻവേഴ്സ്ലി അല്ലേ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. സോ A ആണ് കറക്റ്റ് ആൻസർ. ദെൻ 2 lamps 100 watt 60 watt ആർ കണക്റ്റഡ് ഇൻ സീരീസ് അക്രോസ് 230 volt AC. എന്ത് സംഭവിക്കും, നമ്മൾ ഈ 2 ലാമ്പുകളും 100 വാട്ടും 60 വാട്ടും സീരീസ് ആയിട്ട് അല്ലേ, ഇത് 2 ബൾബാണ്, 2 സീരീസ് ആയിട്ട് നമ്മളൊരു സപ്ലൈക്ക് അക്രോസ് കണക്ട് ചെയ്യുന്നു. അത്ര 230 വോൾട്ടിക്ക് അക്രോസ് കണക്ട് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ 60 വാട്ട് ബൾബാണ് ബ്രൈറ്റർ ആയിട്ട് ഗ്ലോ ചെയ്യുക, 60 വാട്ട് ബൾബ് വിൽ ഗ്ലോ ബ്രൈറ്റർ. എന്തുകൊണ്ടായിരിക്കും, നിങ്ങൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടാവുക 60 വാട്ട് ബൾബിനായിരിക്കും കേട്ടോ. സോ അതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. അപ്പം മനസ്സിലാക്കുക, ഈ രീതിയിൽ 2 ഡിഫറെൻറ്റ് വാട്ടേജ് ഉള്ള ലാമ്പ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ വാട്ടേജ് കുറഞ്ഞ ലാമ്പായിരിക്കും കൂടുതൽ ബ്രൈറ്റർ ആയിട്ട് വർക്ക് ചെയ്യുക. പാരലൽ കണക്ഷൻ ആണെങ്കിലോ അവിടെ പ്രശ്നമൊന്നുമില്ല, അവിടെ ബ്രൈറ്റർ ആയിട്ട് വർക്ക് ചെയ്യുക, കൂടുതൽ വാട്ടേജ് ഉള്ളതായിരിക്കും കേട്ടോ. നിങ്ങളിതിൻ്റെ ഒന്ന് റെസിസ്റ്റൻസ് ഒന്ന് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം മനസ്സിലാവും. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് ഓൾറെഡി പറഞ്ഞല്ലോ. യെസ്. ഇനി യൂണിറ്റ് ഓഫ് കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? അപ്പം യൂണിറ്റ് റെസിസ്റ്റൻസ്, അതിൻ്റെ ഇൻവേഴ്സ് ആണല്ലോ കണ്ടക്റ്റൻസ്. സോ മോ ആണ് കേട്ടോ, മോ ആണ് അതിൻ്റെ യൂണിറ്റ്. ഇനി ഇൻ മെട്രിക് സിസ്റ്റം 1 HP ഈക്വൽസ്, മെട്രിക് സിസ്റ്റത്തിൽ എത്രയാണ്, 735 വാട്ട് അല്ലേ. യെസ്. റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ഓപ്പോസിറ്റ് ഫേസസ് ഓഫ് എ യൂണിറ്റ് ക്യൂബ് ഓഫ് മെറ്റീരിയൽ ഈസ് കോൾഡ് റെസിസ്റ്റിവിറ്റി അല്ലേ. ഞാൻ നേരത്തെ അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ചോദിച്ച ചോദ്യം ഇതാണ്. 2 റെസിസ്റ്റൻസസ് 10 ohm ആർ കണക്റ്റഡ് ഇൻ പാരലൽ, ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ്. അപ്പോൾ 2 റെസിസ്റ്റൻസ് പാരലൽ കണക്ട് ചെയ്താൽ അത് സംഭവിക്കും, അത് ഹാഫ് ആവും അല്ലേ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്? കൂളംബാണ്. ദെൻ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യമാണ്, വെൻ കമ്പയർ ടു കോപ്പർ, അലൂമിനിയത്തിന് കണ്ടക്ടിവിറ്റി കുറവാണെന്ന് നമുക്കറിയാം, അത് എത്ര പെർസെൻറ്റേജ് ആണ്? 60% ആണ് അല്ലേ. യെസ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഓക്കെ അല്ലേ, കുറച്ചധികം ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ആ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ കറക്റ്റ് വീഡിയോ ലെക്ചർ നമ്മുടെ ട്രേഡ്സ്മാൻ്റെ വീഡിയോയിലുണ്ട്, പോയി നോക്കുക കേട്ടോ. ട്രേഡ്സ്മാൻ്റെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും വീഡിയോസിലൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഈ 2-3 മാത്രമല്ല കേട്ടോ, ഈ 2-3 വീഡിയോ മാത്രമല്ല കേട്ടോ, ബാക്കിയുള്ള വീഡിയോസ് മൊത്തം കാണണം കേട്ടോ. ഈ ബാക്കിയുള്ള വീഡിയോസ് മൊത്തം കാണണം. ഏകദേശം ഒരു 10, 30, 40 വീഡിയോ ഉണ്ട്, അത് മൊത്തം കാണണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കിനെ കുറിച്ചുള്ളൊരു നോളജ് ഉണ്ടാവുകയുള്ളൂ. സോ അത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. സോ ടിൽ ദെൻ ബൈ.